ലൈവിൽ ആരെങ്കിലും ഒക്കെ ഹാജരായിട്ടുണ്ടോ? വരുന്നവർ ഒരു ഹായ് പറയുമോ? എങ്കിൽ എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ആരെങ്കിലും ഒക്കെ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ അറിയാമായിരുന്നു. ഒരു ഹായ് പറയുമോ ആരെങ്കിലും ഒക്കെ? ആരോ രണ്ടുപേരെ എനിക്ക് കാണാം. കവിത നായർ ഹലോ, ഷൈബി ഹായ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലെയും ഉച്ചക്കത്തെ ഫൺ ക്വിസിന് സമയമായി. ഇന്നത്തെ ഹോസ്റ്റ് ഞാനാണ്, സിൽവി. അപ്പോൾ ഓക്കെ, പവിത്ര വന്നു, ഞാൻ വന്നു. ഹലോ ഹായ്. കവിത കാണുന്നുണ്ട്. സുരേഷ് ഹായ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ലേഖ വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോയതാണ്. അപ്പം ഇന്നത്തെ ലൈവിലും പ്രതീക്ഷകൾ ഒത്തിരി ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ അത്രയൊക്കെ വരാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ശ്രമിക്കാം. നമുക്ക് അടുത്ത 1 മണിക്കൂർ കുറച്ച് മലയാളവും കുറച്ച് ഫണ്ണും ഒക്കെ ആയിട്ട് നമുക്ക് സംഭവം കളറാക്കാം. കുറച്ച് പേരും കൂടെ വന്നു കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആരംഭിക്കാം അല്ലേ? അപ്പൊ ഞാൻ ഇന്നത്തെ ലൈവിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. ഞാൻ ആദ്യം ഓർത്തത് ഒരു ഡിക്റ്റേഷൻ ഇട്ടാലോ എന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതും അങ്ങനെ ചെയ്തായിരുന്നു. ഒരു കേട്ടെഴുത്ത മാതിരി അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സ്പാർക്ക് ഉണ്ടായി. നമുക്കിപ്പം ഫേസ്ബുക്കിൽ അതോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒരു സ്പാർക്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടില് അവര് ക്വിസ് നടത്തുന്നത് എത്ര പേര് കാണാറുണ്ട്? ഓൾ ആൻസേഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ എസ് അല്ലെങ്കിൽ എൻഡ്സ് വിത്ത് IN എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫൺ ക്വിസ് നടത്തുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ചൂട് പിടിച്ച് ഞാൻ ഓർത്ത് നമുക്കും മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന്. ഓക്കെ, ത്വയ്യബ് ഹായ്, സെജി ഹലോ, ശിവപ്രസാദ് ഉണ്ട്, സുനന്ദ ഹായ്, സഹല യാസർ ഹലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. 9 പേരെ ഇപ്പൊ ലൈവിൽ കാണിക്കുന്നുണ്ട്. സമയം എത്രയായി? 12:03. ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? അതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരക്ഷരത്തിൽ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരക്ഷരമുണ്ട്, ആ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഉത്തരങ്ങളായിരിക്കും എന്റെ ചോദ്യങ്ങൾക്ക്. അപ്പോൾ ആ ഉത്തരങ്ങൾ പറയുന്നവർക്കാണ് മാർക്ക് കിട്ടുക. പവിത്രയും ജയശ്രീയും ഇതിനെ പ്രത്യേക നിർദ്ദേശം തന്നിരിക്കുന്നതനുസരിച്ച് ആദ്യത്തെ 3 ഉത്തരങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരാൾ മാത്രമാകുമ്പോഴത്തേനും നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം എന്റെ നെറ്റ്, നമ്മൾ പങ്കെടുക്കുന്നവരുടെ നെറ്റ്, എല്ലാവരുടെയും സ്പീഡൊക്കെ അനുസരിച്ച് ഉത്തരങ്ങൾ ആദ്യം വരുന്നത് ആരുടേത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണും. അതുകൊണ്ട് ആദ്യത്തെ 3 ഉത്തരങ്ങൾക്കായിരിക്കും, ശരി ഉത്തരങ്ങൾക്കായിരിക്കും മാർക്ക് കിട്ടുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റേഴ്സിനോട് അത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, കവിത, സുരേഷ്, സെജി, ത്വയ്യബ്, സുനന്ദ ഹായ്. ത്വയ്യബ് വന്നു, ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ. ഓക്കെ, എല്ലാരും ഒന്ന് കൈയടിച്ച്. ത്വയ്യബ് വന്നിട്ടുണ്ട് നമ്മുടെ ലൈവിനെ ലൈവ് ആക്കാനായിട്ട്. അഞ്ജലി JR ഹായ്. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് പതിയെ ക്വസ്റ്റ്യൻ, 1 മിനിറ്റ് കൂടെ ഉണ്ട്, നമുക്കൊരു 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് എന്റെ ക്വിസ്. എല്ലാരും കേട്ടെന്ന് കരുതുന്നു. ഞാൻ ബ എന്ന അക്ഷരമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബായിൽ തുടങ്ങുന്ന, ബായുടെ എല്ലാ സ്വരഭേദങ്ങളും ഉൾപ്പെടുത്തി, ബാബ, ബിബി, ബൂബു എന്തു വേണമെങ്കിലാകാം. ബായിൽ തുടങ്ങണം ഉത്തരം. എന്റെ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം ബായിൽ തുടങ്ങുന്നതാണ്. അപ്പം ക്വിസിന് ആകെപ്പാടെ നിയമാവലി ഇത് മാത്രമേ ഉള്ളൂ. ആദ്യം ഉത്തരം പറയുന്ന 3 പേർക്കായിരിക്കും മാർക്കുകൾ ലഭിക്കുക. പവിത്ര, വിജയിക്ക് ആ മാല സമ്മാനമാണോ? മാല ഞാൻ ഇട്ടുപോയി, അതിന്റെ കമ്മൽ ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ ബ്രേസ്ലെറ്റും ഉണ്ട്, അത് രണ്ടും ഉണ്ട്. അപ്പം കമ്മല് 2 പീസ് ഉണ്ടല്ലോ. അപ്പൊ ഒരു പീസ് 3-ാം സ്ഥാനക്കാരിക്ക്, രണ്ടാമത്തെ പീസ് 2-ാം സ്ഥാന കിട്ടുന്നില്ല.
ഓക്കെ. തേർഡ് പ്ലേസിന് ഒരു പീസ്, സെക്കൻഡ് പ്ലേസിന് രണ്ടാമത്തെ പീസ്, പിന്നെ ബ്രേസ്ലെറ്റ് ഫസ്റ്റ് പ്ലേസിന് കൊടുക്കുന്നതായിരിക്കും പവിത്രയുടെ പ്രത്യേക ആഗ്രഹപ്രകാരം. ഓക്കെ. വിജയിക്ക് മാല സമ്മാനം കൊടുക്കും. അപ്പോ സൂര്യക്ക് എന്ത് കൊടുക്കും? ഏത് സൂര്യക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. ഞാന് സൂര്യയുടെയും ഒന്നും ഫാനല്ല കേട്ടോ. ഞാൻ പൃഥ്വിരാജ്, മോഹൻലാൽ ഒക്കെ ഫാനാണ്. അപ്പൊ അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. നമുക്ക് നോക്കാം. സഹല ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ബലൂണെന്ന്. ബിരിയാണിയിലെ ബായാണോ? അതെ അതെ അതെ, ആ ബാ തന്നെ. ബാ ആണ്. ബ അത് തന്നെ, ആ ബാ. ഓക്കെ. എന്നാൽ സമയമായി. നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കുട്ടിക്കളി എന്ന അർത്ഥം വരുന്ന ബായിൽ തുടങ്ങുന്ന മലയാള വാക്ക് ഏതാണ്? കുട്ടിക്കളി. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ബബബ ആണ്. കുട്ടിക്കളി എന്ന അർത്ഥം വരുന്ന മലയാള വാക്ക് ഏതാണ്? കുട്ടിക്കളി. ഷാഫി മോൻ, ബിരിയാണിയിലെ ബായാണോ? അതെ, ബിരിയാണിയിലെ ബായാണ്. ഉത്തരവൊന്നും കാണുന്നില്ലല്ലോ. കുട്ടിക്കളി. ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാലിശം, ബാല്യലീല. ഓക്കെ. കുട്ടിക്കളി. മുർഷിദ പർവീൻ, ഹലോ പർവി. നമുക്കിവിടെ കോഴിക്കളി, സോറി, നമുക്ക് ബാ വെച്ചുള്ള ക്വിസ് ആണ് കേട്ടോ. സോറി. ഓക്കെ. ബാലചാപല്യം. നമ്മുടെ ശ്രീദേവി നമ്പ്യാർ എത്തിയിട്ടുണ്ട്. ബാലചാപല്യം. ഓക്കെ. ബാലിശം, ബാലലീല, വിക്രീഡിതം. ബിനോ മാത്യു, കറക്റ്റ്. പക്ഷെ ബാ വെച്ച് തുടങ്ങണം. എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു. ബിനോ താമസിച്ചാണ് വന്നതെന്ന് തോന്നുന്നു. ബായിൽ തുടങ്ങണം ഉത്തരം. ബാ, മൂന്നാമത്തെ ബാ, ബായിൽ തുടങ്ങണം. ബാലലീല, ബാല്യലീല, വിക്രീഡിതം, ബാലവേല. എന്റേത് കുട്ടിക്കളിയാണ്. ഓക്കെ. ഒരു ഉത്തരം ശരിയായി വന്നിട്ടുണ്ട്. ആദ്യത്തേത് നമ്മുടെ ശ്രീദേവിക്കാണ് ഉത്തരം ആദ്യമായിട്ട് കറക്റ്റ് ആയിട്ടിരിക്കുന്നത്. ബാലലീല. വേറെ ആരെങ്കിലും ഉണ്ടോ? ബാലിശം പോരാ. ബാലലീല സുരേഷ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാലചാപല്യം അല്ല, കളിയാണ്. അന്നേരം ബാലലീല, ബാല്യലീല. ഓക്കെ. ഷൈബി പറഞ്ഞിട്ടുണ്ട് ബാല്യലീല. ബാല്യലീല അല്ല, ബാലലീലയാണ്. പക്ഷെ ബാല്യലീലയ്ക്കും കൊടുക്കാം. അപ്പൊ ഷൈബിക്കും ഒരു മാർക്ക്. പിന്നെ ആരാ പറഞ്ഞിരിക്കുന്നത്? ബാലവേല, ബാലലീല, ബാലചാപല്യം, വിക്രീഡിതം, ബാല്യലീല, ബാലലീല, ബാലവേല, ബാലിശം. സുരേഷ്. സഹല യാസിർ ബാല്യലീല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനും കൂടെ കൊടുക്കാം അല്ലെ? ഷൈബിക്ക് ബാല്യലീലയ്ക്ക് കൊടുത്ത കാരണം സഹലയ്ക്കും ബാല്യലീലയ്ക്ക് തന്നെ കൊടുക്കാം. മലയാളത്തിൽ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നമ്മുടെ മലയാളത്തിനെ കുറിച്ചുള്ള ക്വിസ് ആയതുകൊണ്ട്. ഓക്കെ. സഹലയ്ക്കും ഒരു പോയിന്റ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിന് സ്കോർ അടിച്ചിരിക്കുന്ന ശ്രീദേവി നമ്പ്യാർ, ഷൈബി, സഹല എന്നുള്ളവരാണ്. അപ്പം നമ്മുടെ ഫൺ ക്വിസ് അഥവാ കുട്ടിക്കളിയല്ല കേട്ടോ, കൂട്ടക്ഷരങ്ങളിലെ ഫൺ ക്വിസ് തുടരുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആളായിരുന്നെങ്കിൽ പറയാമായിരുന്നെന്ന് പർവി. ഓക്കെ. ബാലലീല സുരേഷ് നാലാമത്തെ ആളായി പോയി കേട്ടോ. ഇനി ബാലവേല, ബാലിശം, കവിത നായർ, സിൽവി ചേച്ചിയെ, വിമിത. ഹായ് വിമി. ഉത്തരം കണ്ടില്ലല്ലോ. ഉത്തരം പറയണം കേട്ടോ. കോഴി ഇല്ലടേ. വിമി പർവിയോടാണോ? അല്ല. ഓക്കെ. ഹായ് വിമി ആന്റി. വിമി മറുപടി കൊടുത്തോണം കേട്ടോ കൃത്യമായിട്ട്. വിമി ആന്റി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി. ബാ വെച്ചാണ് ആൻസർ തുടങ്ങുന്നത്. ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി. ഇപ്പൊ വന്നേ ഉള്ളൂ, സാരമില്ല. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് താ വന്നേ. വേഗം ആൻസർ പറഞ്ഞു വിമി. ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി. ബ്രോയിലർ കോഴിയിൽ ബാ ഉണ്ട് പർവി എന്ന് ത്വയ്ബ് പറയുന്നു. പർവി ഒന്ന് അന്വേഷിച്ച് നോക്ക് കേട്ടോ. ബ്രോയിലർ കോഴിയിലുണ്ട് ബാ. അഞ്ജു വന്നിട്ടുണ്ട്. ഹലോ അഞ്ജു. ബഹങ്കാരം.
അല്ലാതെ എന്താ എല്ലാറ്റിന്റെ എല്ലാ വാക്കിലും ബാക്കിൽ നല്ല എല്ലാത്തിന്റെയും ബാക്കിൽ നല്ല പെട കൊടുക്കണമെന്ന് എല്ലാരും സൂക്ഷിച്ചിരുന്നു. 5 വന്നിട്ടുണ്ട് കേട്ടോ, വടിയും കൊണ്ടാ. ഓൾ കുട്ടികൾ ഗോ ടു യുവർ ക്ലാസ്സസ്. എല്ലാരും ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഇനി ക്ലാസ്സിൽ നിന്ന് വെളിയിൽ തള്ളാതിരുന്നാ മതി. ബാലാമൃതം ഷാഫി മോൻ KPM. ബാലാമൃതമല്ല, ബാലലീല അല്ലെങ്കിൽ ബാല ക്രീഡ. വിമി ത്വയ്ബ്. ഇനി ആരാ? ബാംഗ്ലൂർ. ഓക്കെ, അത് ഫട്ടാഫട്ടാണ് അതിന്റെ ആൻസേഴ്സ് വന്നത്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി ഏത്? ഓക്കെ, ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇന്ദു പ്രശാന്ത് ആണ് ആദ്യം ആൻസർ പറഞ്ഞത്, ബാംഗ്ലൂർ. അപ്പൊ ഇന്ദു പ്രശാന്തിന് 1 പോയിന്റ്. എന്റെ തൊട്ടു പുറകിൽ അതിന്റെ തൊട്ടു പിന്നാലെ പറഞ്ഞിരിക്കുന്ന വിമിയാണ്. കണ്ടോ, വിമി ലേറ്റ് ആയിട്ട് വന്നാലും നോക്കിയേ. വിമിതയ്ക്ക് 1 പോയിന്റ്, സെജി രാജീവിനും 1 പോയിന്റ്. ബാക്കി എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണത്. അതുകൊണ്ട് ഈസി ആയിട്ട് ആൻസേഴ്സ് വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവർക്കും 1, 2, 3 സ്ഥാനങ്ങളാകാൻ പറ്റില്ല. അപ്പം ഈ ആൻസർ ആദ്യം പറഞ്ഞ ഇന്ദു പ്രകാശ്, രണ്ടാമത് വിമിത, മൂന്നാമത് സെജി രാജീവ്. അപ്പൊ ഇപ്പം നമ്മുടെ സ്കോർ ബോർഡിൽ കയറിയിരിക്കുന്നത് ശ്രീദേവി, ഷൈബി ഷാജു, സഹല യാസർ, ഇന്ദു പ്രകാശ്, വിമിത, സെജി രാജീവ് എന്ന ഇത്രയും പേരാണ് കേട്ടോ. അപ്പം ആവേശകരമായിട്ട് നമ്മുടെ ക്വിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കവിത പറഞ്ഞു, സെജി, ബിനോ, വൈശാഖ്, പവിത്ര, ത്വയ്ബ്. വൈശാഖ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞു ബംഗളൂരു. പക്ഷെ ബാംഗ്ലൂരിന് കൊടുത്തുപോയി, പോട്ടെ. ശ്രീദേവി, സഹല, മുർഷിദ, രാംജിത്ത്, വർഗീസ്, എല്ലാരും കറക്റ്റ് ആൻസേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. പക്ഷെ മാർക്ക് 3 പേർക്കേ ഉള്ളൂ. സോറി, മൈസൂർ ആണോ എന്ന് രാംജിത്ത് ചോദിച്ചിരിക്കുന്നു. കളിയാക്കിയതായിരിക്കും അല്ലേ? മൈസൂർ വഴി ബാംഗ്ലൂർക്ക് പോകാവേ. ഓക്കെ, ഓക്കെ. അടുത്ത എനിക്കും എന്നതിനാ പർവിക്കാതെ എനിക്കും ഞാനില്ല സിൽവി ചേച്ചി. അതാരാ? ഇന്ദു പ്രശാന്ത്. 10 ബാംഗ്ലൂർ കണ്ടിട്ടാ എനിക്ക് ചോദ്യം കേൾക്കുന്നത്. അത് പർവിയാണോ? റിപ്ലൈ. അതെ, എനിക്കും അങ്ങനെയാണ് കേട്ടോ. ഞാനും ക്വിസിൽ കഴിഞ്ഞ തവണയൊക്കെ എത്ര ആൻസേഴ്സ് പറഞ്ഞാലും നമ്മുടേത് കാണത്തില്ല, ചിലപ്പം വരിക പോലും ഇല്ല. ഓക്കെ, നന്നായി. ഇന്ന് പൂട്ടിയിടേണ്ടി വരില്ല ശ്രീദേവിയെ. 5 പറയുന്നു. 5 അങ്ങനെയല്ല, ആദ്യത്തെ ആൻസർ ശ്രീദേവിയാ പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് റീപ്ലേ. ഉത്തരം വന്ന ശേഷമാണ് ചോദ്യം കേൾക്കുന്നത്. ഷാഫി മോൻ. അത് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും കേട്ടോ ഷാഫി. 5 നമ്മുടെ നെറ്റ് കൊള്ളില്ല. അതാ ബിനോ മാത്യു. അതെ, ഒത്തിരി പേരുടെ നെറ്റിന്റെ പ്രശ്നമാണ്. ഓക്കെ, അതപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആവേശകരമായ ക്വിസിന്റെ 3ാമത്തെ ചോദ്യം. ഇന്ന് എല്ലാവരും സ്കോർ ബോർഡിൽ കയറണം കേട്ടോ. എല്ലാവർക്കും 1ാം സ്ഥാനം അടിക്കണം. 3ാമത്തെ ചോദ്യം, രാത്രിയുടെ അന്ത്യയാമത്തിന് പറയുന്ന പേര്. മലയാളത്തിൽ രാത്രിയുടെ അന്ത്യയാമത്തിന് പറയുന്ന പേര്. ആഹാ, നല്ല മാലയാണല്ലോ ചേച്ചി വിമി. അതെ, താങ്ക് യു. വേറെ മാലയൊന്നും കണ്ടില്ല വെച്ച്, അതുകൊണ്ട് കൈ കിട്ടിയത് എടുത്ത് ഇട്ടതാ. വൃന്ദാവൻ ഗാർഡൻസ് മൈസൂർ അല്ലേ? ബാംഗ്ലൂർ അപ്പോൾ എങ്ങനെ ഗാർഡൻ സിറ്റി ആയി? ബാംഗ്ലൂർ മുഴുവൻ ഒരു ഗാർഡൻ ആണ് പവിത്ര. അതുകൊണ്ടാ. ബാംഗ്ലൂർ ഒന്നും അല്ല, ശരിക്കും പറഞ്ഞ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ. ഞാൻ ഒരു യാത്രയിലായിരുന്നല്ലോ കഴിഞ്ഞ ഒരാഴ്ച. മൈ ഗോഡ്, കേരളം വിട്ടേ പിന്നെ പച്ചപ്പ് എന്ന് പറയുന്നത് കാണാനേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കേരളം കഴിഞ്ഞ് ഞങ്ങള് ട്രെയിനിനാണ് ഡൽഹിക്ക് പോയത്. അപ്പം കേരളം കഴിഞ്ഞപ്പം തൊട്ട് ഒരേ ഭൂപ്രകൃതി എന്ന് പറയുന്ന പോലെ എല്ലാം ഒരിടത്തും മലയും കുന്നും മലയും ഒന്നുമില്ല. സ്ട്രെയിറ്റ് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങള്, എല്ലായിടും ഒരുമാതിരി നരച്ച് കിടക്കുന്ന, ഒരിടത്തും മഴയില്ല. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് കൊച്ചി വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തോ ഒരു ഡിഫറൻസാ തോന്നിയതെന്നറിയാവോ. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവിക്കാം, അത്ര വ്യത്യാസമാണ്. ഓക്കെ, ലാഗ് ഉള്ളവർ ഒന്ന് എക്സിറ്റ് ആയിട്ട് വീണ്ടും പോയി ലൈവിൽ ക്ലിക്ക് ചെയ്ത് കയറുക. അപ്പം ശരിയാകും കേട്ടോ. അടുത്ത വിമി, കൊച്ചിന്റെ മാല. താങ്ക് യു. ശ്രീദേവി, ബ്രാഹ്മ മുഹൂർത്തം. ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ശ്രീദേവിയാണോ ആദ്യം പറഞ്ഞത്? ഓക്കെ,
ബ്രാഹ്മമുഹൂർത്തം ശ്രീദേവി പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവിക്ക് അടുത്ത മാർക്ക് വീണിരിക്കുന്നു. സെജി രാജീവിനാണ് അടുത്തത് ബ്രാഹ്മമുഹൂർത്തം. പിന്നെ ഭീകരരാത്രി ത്വയും മാർക്ക് തരണമെന്നുണ്ട്. 3 മാർക്കും കൂടെ ഒരുമിച്ച് തരണമെന്നുണ്ട് ത്വയും. പക്ഷെ സോറി, എന്നെ ഇവരെല്ലാരും കൂടെ പഞ്ഞിക്കിടും. സഹല ഭാമമൂർത്തം, അത് ശരിയായില്ല മോളെ. അത് മലയാളത്തിൽ എഴുതാൻ നോക്കണേ സഹല. ഞാൻ ബുക്ക് ചെയ്തു. നീ ആ വെള്ളം വാങ്ങി വെച്ചോ? ആരോടാ? കൊച്ചിന്റെ വിമിയോടാ. അതെ 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 അതെ, ഡൽഹിന്നാ കേട്ടോ. അങ്ങ് ഡൽഹിന്നാണോ ആഗ്രഹന്നാണോ? അവിടെ നിങ്ങടുന്ന് കൊച്ചു വാങ്ങിച്ച മാലയാ. ഓക്കെ, എല്ലാ ഉത്തരവും ബായിലാണ് തുടങ്ങുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്വിസിന്റെ നമ്മള് ഇന്ന് ബായിൽ തുടങ്ങുന്ന വാക്കുകളാണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ബായിലാണ് തുടങ്ങുന്നത്. ഭാമമുഹൂർത്തം സഹില അർദ്ധരാത്രി നിഷ റോസ്. ഭദ്രകാളി യാമം, രാത്രിയുടെ അവസാന യാമം എങ്ങനെയാ വൈശാഖ ഭദ്രകാളിയാകുന്നത്? അതല്ലേ ഏറ്റവും ശാന്തമായിട്ടുള്ള? അല്ല, ശരിയാ കേട്ടോ, ഭദ്രകാളിയാണ്. രാവിലെ എഴുന്നേക്കണ്ടേ. 3-ാം യാമം. 3 അല്ല കൊച്ചേ, അതിൽ കൂടുതലുണ്ട് അതിൻ്റെ അത് യാമങ്ങള്. ശൈബി ഭീകരയാമം, ബ്രാഹ്മമുഹൂർത്തം. ബിനോ മാത്യു. ഓക്കെ, ബിനോ മാത്യു പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മമുഹൂർത്തം. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമത്തിന്റെ പേരാണ് ബ്രാഹ്മമുഹൂർത്തം. അങ്ങനെ നമുക്ക് 3 ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സന്ധ്യ സുജിത് ബ്രഹ്മമുഹൂർത്തം പറഞ്ഞു. സഹല എല്ലാം ബാ ആണോ ആൻസർ? അത് എല്ലാം ബായിലാണ് തുടങ്ങുന്നത്. എല്ലാ ആൻസേഴ്സും ബായിലാണ് തുടങ്ങുന്നത്. റോഡിൽ മൊത്തം പൂക്കൾ കാണണമെങ്കിൽ ഞങ്ങളുടെ ബ്രാഹ്മമുഹൂർത്തം എന്ന് കിട്ടിയില്ല, ശാന്തി മുഹൂർത്തം എന്നാ ഓർമ്മ വന്നത്. കൊച്ചെ ബായിൽ തുടങ്ങണം. ബിന്ദുക്കുട്ടി ബ്രഹ്മാണ്ട കാലം ഒന്ന് ഷാഫി. ഓക്കെ, റോഡിൽ മൊത്തം പൂക്കൾ കാണണമെങ്കിൽ ഞങ്ങളുടെ ഇങ്ങോട്ട് വായോ. എവിടെ? ദുബായിലോ UAE-ലോ? നമ്മുടെ കേരളം കഴിഞ്ഞേ ഉള്ളു അതൊക്കെ കേട്ടോ. കേരളം ഈസ് കേരളം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഈ അടുത്ത ക്വസ്റ്റ്യന്റെ 3 ആൻസേഴ്സും കിട്ടി. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഇതിന് ആൻസേഴ്സ് പറഞ്ഞത് ശ്രീദേവി, സെജി, ബിനോ മാത്യു, അങ്ങനെ 3 പേരാണ് ഇതിന് ആൻസേഴ്സ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ സ്കോർ ബോർഡില് കൂടുതൽ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജു വാശിക്കൊന്ന് പിടിച്ചേ. ഇനി കേറാത്ത ആരൊക്കെയാ? സന്ധ്യ, സഹല മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ഇംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ല മംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വായിച്ചെടുക്കാൻ എളുപ്പം മലയാളമാണ് കേട്ടോ. ഓക്കെ, ഇനി ഗൾഫിലെ ഗാർഡന്റെ മുന്നിൽ ഇതൊക്കെ എന്ത് അല്ലേ? ഓ, അത്രയ്ക്ക് അങ്ങ് വേണോ എഡിറ്റർ ജി? നമ്മുടെ നാട് ഈസ് നമ്മുടെ നാട് കേട്ടോ. ഇന്ദുലേഖ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ പോയി. അക്ഷരങ്ങളുടെ സഹയാത്രികൻ പറയുന്നു വീഡിയോ പോയി. എന്നെ കാണത്തില്ലേ? വീഡിയോ ഓഫ് ആയോ? ആ, കിട്ടി. ഓക്കെ, ഇപ്പൊ കാണാവോ? എല്ലാരും മാല കണ്ണുവെച്ചത് കൊണ്ടാ. മാല കാണാൻ, ശ്രീദേവിക്ക് മാല കാണാൻ പറ്റുന്നില്ല എന്ന്. എന്നെ കാണാൻ പറ്റാത്തതിൽ ബുദ്ധിമുട്ടില്ല. എന്തോരു കഷ്ടമാണെന്ന് നോക്കണം. ഓക്കെ, സിൽവി മോളെ കാണാനില്ല. ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആവേശകരമായ ബബ്ബബായുടെ അടുത്ത ചോദ്യം. അപ്പം ഒന്നുകൂടെ പറയാണ്, പുതുതായിട്ട് വന്നവർക്ക് ബായിലാണ് ആൻസേഴ്സ് എല്ലാം തുടങ്ങുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. നമ്മുടെ ഈയിടെ ഇറങ്ങിയ പൊന്മാൻ സിനിമയിൽ കണ്ണുകെട്ടി നിന്നെ മിന്നുകെട്ടി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ അകത്ത് പുതുതായി ഒരു വാക്ക് കോയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിക്ഷണറിയിലൊന്നും ഉള്ളതല്ല, നമ്മുടെ ന്യൂജനിന്റെ പുതിയൊരു വാക്കാണ്. ആ വാക്ക് ഏതാണ്? പൊന്മാൻ സിനിമയിൽ കണ്ണുകെട്ടി നിന്നെ മിന്നുകിട്ടി എന്ന് തുടങ്ങുന്ന പാട്ടില് ബാ വെച്ച് തുടങ്ങുന്ന ഒരു പുതിയ വാക്ക് കോയിൻ ചെയ്തിട്ടുണ്ട്. ന്യൂജൻ വാക്ക് എന്ന് പറയാം. ആ വാക്ക് ഏതാണ്? എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉത്തരങ്ങളൊന്നും കാണുന്നില്ല. അത് പാട്ട് പാടിയിരിക്കുന്നത് ബിനീത രഞ്ജിത്ത്
ഡോക്ടർ ബിനീത രഞ്ജിത്താണ്. പാട്ട് ചെയ്തത് ജസ്റ്റിൻ വർഗീസ് ആണ്. ഓക്കെ, ആൻസേഴ്സ് വന്നു തുടങ്ങി. ബിന്ദു മോളെ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ആവേശകരമായ നമ്മുടെ ബബ്ബ ആവേശകരമായി മുന്നോട്ട് പോകുന്നു. കൂടുതൽ കൂടുതൽ ഉത്തരങ്ങൾ വരട്ടെ. വേറെ ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? ഒരാളെ ഉള്ള ഉത്തരം, ഒരാൾക്കേ ഉള്ള ഉത്തരം. ബായിൽ തുടങ്ങുന്നതാണ് ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം ഇതാണ്: പൊന്മാൻ സിനിമയിൽ കണ്ണുകെട്ടി നിന്നെ മിന്നുകെട്ടി എന്ന് പറയുന്ന പാട്ടിൽ പുതിയൊരു വാക്ക്, ബായിൽ തുടങ്ങുന്ന ഒരു പുതിയ വാക്ക്. ബൗദ്ധനങ്ങ ബിനോ, ബൈഡത്തി, ഇന്ദു പ്രശാന്ത് അല്ല, ബൈഡത്തി. ഓക്കെ, പവിത്ര ബൈഡാത്തി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു രാജേഷ് ആണ് ആദ്യം പറഞ്ഞത്. ബിന്ദുവിന് 1 പോയിന്റ്. ബൈഡാത്തി എന്നുള്ളതാണ് വാക്ക്. ബിന്ദു രാജേഷ്. അടുത്ത ഇന്ദു പ്രശാന്ത് ബൈഡത്തി എന്ന് എഴുതി. പക്ഷെ ബൈഡാത്തി എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് ബിന്ദു അല്ല, അതാരായിരുന്നു? ഇന്ദു പ്രശാന്തിന് 1 പോയിന്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ബിന്ദു രാജേഷിന് 1 പോയിന്റ്. പിന്നെ അടുത്തത് പവിത്ര. നമ്മുടെ എഡിറ്റർ ജിയും അങ്ങനെ സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ്. അല്ല, ഇന്ദു പ്രശാന്തിന് ഇന്ദു പ്രശാന്തും ബിന്ദു രാജേഷും പറഞ്ഞത് ശരിയാണ്. ബ്രൈഡാത്തി എന്നുള്ളതാണ് ശരിക്കുള്ള ആൻസർ. അത്തരം ബ്രൈഡാത്തി പറഞ്ഞവർക്ക് ആണ് മാർക്ക് കൊടുക്കുന്നത്. സോറി ബിന്ദു, ബൈഡാത്തി അല്ല, ബ്രൈഡാത്തിയാണ്. അപ്പൊ പവിത്രയാണ് ആദ്യം ബ്രൈഡാത്തി പറഞ്ഞത്. രണ്ടാമത് ബ്രൈഡാത്തി പറഞ്ഞത് അജിത് രാജ് ആണ്. പിന്നെ ആരാ ബ്രൈഡാത്തി പറഞ്ഞ? ലേഖ ജസ്റ്റിൻ അല്ലേ? സോറി ബിന്ദു, അടുത്തതിന് നമുക്ക് അടിക്കാം കേട്ടോ. ലേഖ ജസ്റ്റിൻ. അപ്പൊ ഇതിന് 3 പേര് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്ന പവിത്ര, അജിത് രാജ്, ലേഖ ജസ്റ്റിൻ എന്നീ 3 പേരാണ്. ബ്രൈഡാത്തി എന്നാണ് വാക്ക്. ബ്രൈഡ് എന്നുള്ള വാക്ക് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പുതിയ വാക്ക് ബ്രൈഡാത്തി. അപ്പം ബൈഡാത്തി അല്ല. അതുകൊണ്ട് ഇന്ദുവിനോടും ബിന്ദു രാജേഷിനോടും ഒരു ബിഗ് സോറി. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയാം കേട്ടോ. അടുത്തത് ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ ആരാ പറഞ്ഞിരിക്കുന്നത്? സെജിരാജീവ് ബൈഡത്തി എന്നാണ് പറഞ്ഞത്. ബൈഡത്തി അല്ല, ബ്രൈഡാത്തി. സുമ ബ്രൈഡത്തി. ഓക്കെ, സാരില്ല, താങ്ക് യു. ഓക്കെ, ബിന്ദു പിന്നീട് ബ്രൈഡാത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു പക്ഷേ ഐ ആം സോറി, താമസിച്ചു പോയി കേട്ടോ. നമുക്ക് സാരമില്ല, താങ്ക് യു ഇന്ദു. റാണി സെയിൻ ബ്രൈഡാത്തി. പവിത്രയ്ക്ക് പോയിന്റ് വേണ്ടാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞായിരുന്നോ? പക്ഷെ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞത് പറ്റുമെങ്കിൽ ഒരു ആൻസറിന് 2 പോയിന്റ് വെച്ച് കൊടുക്കുക, അത് നല്ലതായിരിക്കും. മുന്നോട്ടുള്ള കൂട്ടക്ഷരങ്ങളിലെ എന്റെ സഞ്ചാരത്തിന് കൂടുതൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നാലും നമ്മൾ വഴങ്ങുവോ? പവിത്രയ്ക്ക് 1 പോയിന്റേ ഉള്ളൂ. എനിക്ക് പോയിന്റ് തരണ്ട ചേച്ചി. ഇരിക്കട്ടെ, വേറെ ആരാ തരുന്നത് പവിത്രയ്ക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഈസിയാണ്. ഇന്ദുവിനും ബിന്ദുവിനും ഓക്കെ അടുത്ത ചാൻസ്. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുംബൈയുടെ ഇതിനു മുമ്പത്തെ പേര്. വേഗം അടുത്തത് ചോദിക്കൂ, ഉത്തരം പറയാൻ മുട്ടുന്നു. ഓക്കെ, ഇത് അടുത്തത് ചോദിച്ചിരിക്കുന്നു. വേഗം പറഞ്ഞോ. മുംബൈയുടെ മുൻ പേര്. മുമ്പടി. സോപ്പിട്ടൊക്കെ നിന്നാലല്ലേ കൊള്ളുള്ളൂ പവി, അതുകൊണ്ടാ. ഓക്കെ, ബോംബെ. ഓ, ആദ്യത്തെ ഉത്തരം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഷൈബി ആദ്യം ചാടി പറഞ്ഞിട്ടുണ്ട് ഉത്തരം. ഷൈബിക്ക് 1 പോയിന്റ്. തൊട്ടു പിന്നാലെ മൂപ്പൻ സിദ്ദിഖിന് 1 പോയിന്റ്, വിമിതയ്ക്ക് 1 പോയിന്റ്. ഓക്കെ, വിമിക്ക് 2ാമത്തെ പോയിന്റ്, മൂപ്പൻ സിദ്ദിഖ്. ഓക്കെ, അങ്ങനെ ആവേശകരമായ നമ്മുടെ ബബ്ബ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. ബോംബെ ബോംബെ ബോംബെ. ഓക്കെ, എല്ലാരും ഉത്തരവായിട്ട് വരുന്നുണ്ട്. പക്ഷെ 3 പേർ ആദ്യം തന്നെ പോയിന്റ് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാല് വിമിത, മൂപ്പൻ, പിന്നെ ആരായിരുന്നു? ഷൈബിയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, സോപ്പ് വെട്ടി സമ്മാനം താന്ന്. സോപ്പ് വെട്ടി ഒന്നുമല്ല,
സമ്മാനം കിടിലൻ സമ്മാനമാണ്. പിന്നെ ക്വിസിന്റെ അവസാനം വരെ സഹയാത്രികൻ കൂടെ ഉണ്ടാകണം. അപ്പൊ സമ്മാനം കിടിലൻ സമ്മാനം തരുന്നതായിരിക്കും. തമിഴിൽ പറഞ്ഞാൽ ബമ്പായി, മലയാളമാണ് സുഹൃത്തെ. ഇത് മലയാളം കൂട്ടക്ഷരങ്ങൾ. പവിത്രയ്ക്ക് കൂട്ടക്ഷരങ്ങളെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇത് മലയാളം ബ്ലോഗിന്റെ സൈറ്റാണ് കേട്ടോ. ക്വിസിലെത്താൻ ഇന്ന് അല്പം വൈകിയില്ലേ, എന്നിട്ടും പോയിന്റ് അടിച്ച് മാറ്റിയല്ലോ, മിടുക്കി. ചോട്ടാ മുംബൈ അല്ല, എനിക്ക് ബിഗ് മുംബൈ തന്നെ വേണം, ബോംബെ. ഷൈബിക്ക് ശേഷം ഞാനാ പറഞ്ഞത് സന്ധ്യ സുജിത് ആണോ? എനിക്ക് സന്ധ്യ സുജിത്, ഞാൻ നോക്കട്ടെ. സന്ധ്യ, എനിക്ക് ഒത്തിരി പേര് കഴിഞ്ഞാണ് സന്ധ്യ വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഒരു 6 or 7 പേര് പറഞ്ഞു കഴിഞ്ഞാണ് സന്ധ്യയുടെ പേര് വന്നിരിക്കുന്നത്. ഓക്കെ സന്ധ്യ, അടുത്തതിന് കുറച്ചുകൂടെ സ്പീഡിൽ പറയാൻ നോക്കണേ. എന്നാ ബംഗളൂരു, അജിത് രാജ്. അത് ബംഗളൂരിൽ ഇരുന്നാ മതി കേട്ടോ. നിങ്ങൾക്കൊരു ഭാവമുണ്ട് ബംഗളൂരുകാർക്ക്, നമുക്കത് അറിയാൻ മേലായികയൊന്നുമില്ല. ബംഗളൂരു ഒക്കെ വന്നു പോയി, നേരത്തെ വന്ന് ആൻസർ പറയണ്ടായിരുന്നു അജിത്തെ. ഓക്കെ, പേരിൽ ബാ ഉള്ളവർക്ക് 5 പോയിന്റ് വെറുതെ കൊടുക്കണം. അതിനെ കുറിച്ച് ചിന്തിക്കാം കേട്ടോ. ഞാൻ ഇത് ഓർത്തില്ല, ദൈവമേ, ഈ സംഭവം അല്ല, ബിന്ദുവിന്റെ പേരിൽ ബായ് ഉണ്ടെന്ന് നമുക്കിട്ടോ. ഇങ്ങനെ തിരിഞ്ഞു കൊത്തുമെന്ന് അറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും അക്ഷരം എടുത്തേനെ. ഓക്കെ, അത് ന്യായം. പേരിൽ ബായ് ഉള്ളവർക്ക് 5 പോയിന്റ് വെറുതെ കൊടുക്കണം. അടുത്ത തവണ ഞാൻ ഇപ്പൊ തന്നെ അക്ഷരം മാറ്റും കേട്ടോ, ഇങ്ങനെയൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എനിക്കും വേണം, കോഴികളെ ബബ്ബ എന്ന് വിളിക്കാറുണ്ട്. അത് ആർക്കിട്ടോ വെച്ചതാണല്ലോ പറവി. എനിക്കത് കേട്ടിട്ട് എന്തോ ഒരു അന്യായം തോന്നുന്നു അതിൻ്റെ അകത്ത്. വേറെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറിയേണ്ട കാര്യങ്ങൾ അറിയാനുള്ള ശക്തി, അതൊരു 2 വാക്കാണ്, അല്ല 2 അക്ഷരങ്ങളിലുള്ള ഒരു വാക്കാണ്. എല്ലാവർക്കും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലർക്കൊക്കെ അത് അതിന്റെ എന്താ പറയുന്നേ, ഇല്ലായ്മ നന്നായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് മിക്കവാറും ഒക്കെ. അറിയേണ്ട കാര്യങ്ങൾ അറിയാനുള്ള ശക്തിക്ക് മലയാളത്തിൽ പറയുന്ന വാക്ക്. ബഹുമാനം കൊടുക്കാം, ബാ അല്ലേ? ആർക്കാ ബഹുമാനം കൊടുക്കേണ്ടത്? ഒന്നും അറിയില്ല എങ്കിലും ഞാനും ഉണ്ട് കേട്ടോ. സമീർ, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ബായിൽ തുടങ്ങുന്ന വാക്കുകളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. അതുകൊണ്ട് എല്ലാവർക്കും ഉത്തരം പറയാവുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആൻസേഴ്സ് വന്നു തുടങ്ങി. ആദ്യം പറഞ്ഞത് ഇന്ദു പ്രശാന്ത്. ഓക്കെ, ഇന്ദു തിരിച്ചു വന്നിട്ടുണ്ട്. അറിയേണ്ട കാര്യങ്ങൾ അറിയാനുള്ള ശക്തിയുടെ പേരാണ് ബുദ്ധി. അപ്പൊ ഇന്ദു പ്രകാശിന് 1 പോയിന്റ്, നഷ്ടപ്പെട്ട പോയിന്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഷൈബിക്ക് വീണ്ടും 1 പോയിന്റ്. ഷൈബി ഇന്ന് അടിച്ച് തകർക്കുവാണ്. ഷൈബിക്ക് 3 പോയിന്റായി. നിഷ റോസ് സ്കോർ ബോർഡിൽ കയറി പറ്റി. ഓക്കെ, ശ്രീദേവി ഇന്ന് ബുദ്ധിയുടെ കാര്യത്തിൽ ശകലം പിന്നിലായി പോയി. റാണി സെയിൻ, ബിനോ മാത്യു, വൈശാഖ് ബോധമല്ല, അത് ബുദ്ധിയാണ് കേട്ടോ. പവിത്ര ബാ വെച്ചുള്ള ഉത്തരങ്ങൾക്ക് മാർക്ക് തരുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ 5 മാർക്ക് ഇട്ടാണ് പവിത്രയ്ക്ക്. സുമ, നിഷ, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉണ്ട് കുറേശ്ശെയാണെങ്കിലും ബുദ്ധി അല്ലേ, ബുദ്ധിശക്തി. ബിന്ദു അത് ഒന്നുകൂടെ ഒന്ന് കടുപ്പിച്ചു, ബുദ്ധിശക്തി. ഓക്കെ, ഞാൻ പാസ്. അക്ഷരങ്ങളുടെ സഹയാത്രികന് ഞാൻ പാസ് എന്ന് പറയുന്നു. ഓക്കെ, ഭയങ്കര ഡിലേ ഉണ്ട് അജിത് രാജിന്. എന്താ ചെയ്യുന്നത്? ബുദ്ധിക്ക് ശേഷമാണ് എനിക്ക് ചോദ്യം വരുന്നത്. 8 ബുദ്ധിക്ക് ശേഷമാണ് എനിക്കും ചോദ്യം വരുന്നത്. അത് ഒന്നുകൂടെ റിഫ്രഷ് അടിച്ചാൽ കുറച്ചുകൂടെ സ്പീഡ് ആകുമായിരിക്കും കേട്ടോ. പവിത്ര ശ്രദ്ധിക്കൂ. അതെ, എല്ലാവർക്കും ഒത്തിരി ലാഗാണ്. എന്താ ചെയ്യുന്നത്? അജിത്ത്, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്നാ പവിത്ര പിന്നെ എന്തെങ്കിലും കൂടോത്രം വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആദ്യത്തെ മൊമെന്റിൽ തന്നെ ഉത്തരം പറയാനുള്ള അവസരങ്ങൾ ഞാൻ ഒരുക്കുന്നുണ്ട്. പക്ഷെ ആരുടെയോ കറുത്ത കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉത്തരം പറയുന്നവരുടെ എല്ലാം ലാഗായി പോകുന്നത്. ഓക്കെ, അയിത്തേട്ടാ സുഖല്ലേ? കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. 5 കുഞ്ചു, മതി. നമുക്ക് ക്വിസിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പൊ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി?
1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് ആയി. ഇനി അടുത്തത് ആർക്കും അങ്ങനെ പിടികിട്ടാൻ ചാൻസ് ഇല്ല എങ്കിലും ഞാനങ്ങ് ചോദിക്കുക. ഇച്ചിരി കടുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാരും കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന അന്യ നാട്ടുകാർ ആരാണ്? അതായത് സിൽവി ചേച്ചി നീതിമാനിയല്ല, സുലൈമാനിയാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബായിൽ തുടങ്ങുന്ന ആൻസർ ആണ്. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന അന്യ നാട്ടുകാർ. അഞ്ചു വെട്ടിലായി കേട്ടോ. ഷൈബി ചോദിക്കുന്നു അതെന്താ ഞങ്ങളുടെ സുഖം അന്വേഷിക്കാത്തതെന്ന്. ഓക്കെ അഞ്ചു, അതെന്താ ഞങ്ങളുടെ ബംഗാളി. ഷൈബി വീണ്ടും തകർക്കുകയാണ്. ഷൈബിക്ക് വീണ്ടും ഒരു പോയിന്റ്. ബംഗാളി, ഹിന്ദു ബംഗാളി, അനാമിക ബംഗാളി. ഓ, വാശിയേറിയ മത്സരമാണ് കേട്ടോ. ഓക്കെ, അനാമിക സ്കോർ ബോർഡിൽ കയറിയിരിക്കുന്നു. അങ്ങനെ അതെ, നമ്മുടെ ഉത്തരം ബംഗാളി എന്നുള്ളതാണ്. എല്ലാരും ബംഗാളി എന്ന് തുരുതുര പറയുന്നുണ്ട്. പക്ഷേ സോറി, ആദ്യം പറഞ്ഞത് ഷൈബിയും ഇന്ദുവും അനാമികയുമാണ്. അപ്പൊ നമ്മുടെ അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബംഗാളി. പറഞ്ഞത് ഷൈബി, ഇന്ദു, അനാമിക. ബംഗ്ലാദേശ് അല്ല സമീർ, ബംഗാളി. സുരേഷ് ബംഗാളികൾ. ഗുഡ്. ബംഗാളി, ബീഹാരി. പക്ഷേ ബീഹാറി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും കൂടുതലുള്ള നമുക്ക് ബംഗാളികൾ തന്നെയാണ്. നമ്മൾ അവരെ ജനറൽ ആയിട്ട് ബംഗാളി എന്ന് വിളിക്കുന്നു. അനാമിക ഞാൻ ബംഗാളി അല്ല എന്ന്. ഞാൻ ഓർത്ത് കേട്ടോ, ഞാൻ ബംഗാളി എന്നാണ് ഉദ്ദേശിച്ചത്. ഏതായാലും ഒരു മാർക്ക് തന്നിരിക്കുന്നു. ബംഗാളി അല്ല, മലയാളിയാണെങ്കിലും അനാമികയ്ക്ക് ഒരു മാർക്ക് തന്നിരിക്കുന്നു. ഇതങ്ങ് പിടിച്ചോ കേട്ടോ. ഓക്കെ, നമുക്ക് എല്ലാം ബംഗാളികളാ. അത് തന്നെ ബിന്ദു പറഞ്ഞ പോലെ എല്ലാം ബംഗാളികളാ. നമുക്കിപ്പോ എല്ലാം ബംഗാളികളാ. ഇതിപ്പോ ക്യാമ്പായി. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സമയം എത്രയായി? അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അരമണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി? എന്റെ ഉത്തരമൊക്കെ എങ്ങോട്ട് പോകുന്നതാണോ ആവോ. അതെ, എന്റെ ലേഖ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാനും ഇത് തന്നെയായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് എത്രയും വേഗം ടൈപ്പ് ചെയ്യുന്നത്, പക്ഷെ വരുന്നത് ആറാമതും ഏഴാമതും ഒക്കെ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ആവേശകരമായ ക്വിസ് അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ്. അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്കോർ ബോർഡിൽ ആരൊക്കെയാ കയറിയിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ബീഹാറി ആണേലും ബംഗാളി അല്ലേ എന്ന് ശ്രീദേവി ചോദിക്കുന്നു. അതെ, നമുക്ക് ബീഹാറി ആണേലും ആസാമി ആണേലും അവരെല്ലാരും ബംഗാളികൾ തന്നെയാണ്. പോയിന്റ് നില പറയാം. ഓക്കെ, നമ്മുടെ സ്കോർ ബോർഡിൽ ഇന്ന് നല്ല സ്കോറിംഗ് ആണ് കേട്ടോ. എത്ര പേരുണ്ട് സ്കോർ ബോർഡിൽ? 1 2 3 4 5 6 7 8 9 10 11 12 13 പേര് സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട്. അതില് 4 പോയിന്റുമായിട്ട് ഷൈബി ഷാജു ആണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പൊ നിൽക്കുന്നത്. വാശിയേറിയ മത്സരത്തിന്റെ ഒന്നാം സ്ഥാനം തൽക്കാലം അലങ്കരിക്കുന്നത് ഷൈബിയാണ്. അങ്ങ് വരെ അത് അങ്ങനെ തന്നെ തുടരട്ടെ. കൺഗ്രാറ്റ്സ് ഷൈബി. രണ്ടാം സ്ഥാനം 3 പോയിന്റുമായിട്ട് ഇന്ദു പ്രശാന്ത് ആണ്. ഇന്ദുവിനെ ഇടയ്ക്ക് ഒരു പോയിന്റ് നഷ്ടപ്പെട്ടെങ്കിലും വാശിയോടെ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ദു പ്രശാന്തിന് 3 പോയിന്റ്. ഓക്കെ, അടുത്തത് 2 പോയിന്റ് ഉള്ളത് 1 2 2 പേരുണ്ട്. 2 പോയിന്റുമായിട്ട് ശ്രീദേവി എങ്ങനെയാണേലും വിട്ടുകൊടുക്കുമല്ലോ കേട്ടോ. ശ്രീദേവി 2 പോയിന്റുമായിട്ട് തൊട്ടുപുറകിലുണ്ട്. 3-ാം സ്ഥാനത്ത് വിമിയുണ്ട്. വിമികുട്ടിയുണ്ട് 2 പോയിന്റുമായിട്ട് 3-ാം സ്ഥാനത്ത്. ഓ, കമ്മലും മാലയും ഇതെന്താ ചെയിനും സമ്മാനമാണെന്ന് കേട്ടപ്പോഴത്തേനും പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങ് എനിക്ക് വയ്യ. കള്ളകളി ഞാൻ പോണു. അക്ഷരങ്ങളുടെ സഹയാത്രികൻ പോകല്ലേ പ്ലീസ്. അക്ഷരങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വിസ് നടക്കുകയല്ല. പോകല്ലേ. ഇന്ദു പ്രശാന്ത്. ഓക്കെ, അഭിമാനിക്കാം. ഇന്ദു 2-ാം സ്ഥാനത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 8-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആവേശകരമായ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കോലാഹലം എന്ന് നെറ്റ് ചതിക്കുന്നു ചേച്ചി, എന്ത് ചെയ്യാനാ? അതുകൊണ്ട് വേറെ കുറെ പേർക്ക് സന്തോഷമാണ് ശ്രീദേവി. ഓക്കെ, അടുത്ത ബായിൽ തുടങ്ങുന്ന ഉത്തരത്തിനായുള്ള ചോദ്യമാണ്. കോലാഹലം എന്ന വാക്കിന്റെ ഒരു പര്യായപദം.
ബായിൽ തുടങ്ങുന്ന പര്യായപദം. കോലാഹലം. ഇപ്പൊ പിടികിട്ടി, ചോദ്യം ലേറ്റായാണ് ഇവിടെ എത്തുന്നത്. അതെന്തു പറ്റിയാവോ? ഇന്ദുവിന്റെ പേരിന്റെ മുന്നിൽ ഒരു ബി ചേർത്തോ സിൽവി മോളെ? ഞാനിങ്ങനെ ബി ഇങ്ങനെ ഇങ്ങോട്ട് വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചോണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങോട്ട് എങ്ങനെയാ ബി തരുന്നത്? ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. അജിത് രാജ് ബഹളം. ഓക്കെ, അജിത് രാജ് രണ്ടാമത്തെ പോയിന്റ് നേടിയിരിക്കുന്നു. ശ്രീദേവി ഷൈബി. ഓക്കെ, ശ്രീദേവി രണ്ടാം സ്ഥാനം, ഷൈബി മൂന്നാം സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരം ബഹളം എന്നുള്ളതാണ്. എല്ലാരും ബഹളം വെച്ച് ആൻസേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ സംഭവം ഇങ്ങ എത്താൻ സമയം എടുക്കുന്നു. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അക്ഷരങ്ങളുടെ സഹയാത്രികൻ പറഞ്ഞു. കള്ളക്കളിയൊന്നും അല്ല കേട്ടോ എന്നാ ചെയ്യുന്നത്, ഇത് വരാൻ താമസിക്കുന്നത്. വൈശാഖ, ബിന്ദു, ഇന്ദു പ്രശാന്ത് അക്ഷരങ്ങളുടെ സഹയാത്രികൻ 2 തവണ പറഞ്ഞു. പക്ഷെ ഒന്ന് പറഞ്ഞാലും അത് ആദ്യമായിരിക്കണം സുഹൃത്തെ, എന്ത് ചെയ്യാനാ. നിഷ റോസ്, സുമ, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിന്ദു രാജേഷ്, അഞ്ജു രഞ്ജിമ, ബിനോ, മൂപ്പൻ, അനാമിക. ബുദ്ധിമുട്ടാണോ കോലാഹലം? അനാമിക. ഇന്ദുലേഖ ബഹളം. ഓക്കെ, ഉഷ അനിൽകുമാർ ബഹളം. സെജി ബഹളം. അതെ, എല്ലാരും കറക്റ്റ് ആണ്. ബളഹം അഞ്ജു രഞ്ജിമ. അതിനായിരുന്നു മാർക്ക് കൊടുക്കണ്ട. സോറി, ഞാൻ കൊടുത്തുപോയി മാർക്ക്, അല്ലെങ്കിൽ ഞാൻ അഞ്ചുകുട്ടിക്ക് തന്നേനെ. ബളഹം. സുരേഷ്, പവിത്ര ഉണ്ണി ബളഹം. വെരി ലേറ്റ് ബിനോ മാത്യു. സാരമില്ല, നമുക്ക് അടുത്തതിന് സ്കോർ ചെയ്യാം കേട്ടോ. ഞാനും ഉണ്ട് ഇന്ദു പ്രശാന്ത്. പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയ 3 ആൻസേഴ്സ് ശ്രീദേവി, പിന്നെ ആരായിരുന്നു? അജിത് രാജും, പിന്നെ ഒരാൾ ആരായിരുന്നു? ഞാൻ മറന്നുപോയല്ലോ. 3 അജിത് രാജ്, ശ്രീദേവി, ഇന്ദു പ്രശാന്ത് അല്ല, ഷൈബി ആണെന്ന് തോന്നുന്നു. അതെ, ഷൈബി. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫോണിൽ ആദ്യം വന്നത്. വഴക്ക്, അനാമികയ്ക്ക് വഴക്കായി എന്ന് തോന്നുന്നു. അനാമികയ്ക്ക് ഇത്തവണ കിട്ടിയില്ല. ഓക്കെ, പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നായിരിക്കും അഞ്ജു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാഗ് ഉള്ളവർ ഒന്ന് എക്സിറ്റ് ആയിട്ട് വീണ്ടും ലൈവിൽ ക്ലിക്ക് ചെയ്ത് വരൂ. ഞാനൊരു 1 മിനിറ്റ് തരാം. ലാഗ് ഉള്ളവരെല്ലാം ഒന്ന് എക്സിറ്റ് ആയി വീണ്ടും ക്ലിക്ക് ചെയ്ത് വരാവോ? എനിക്ക് 2 പോയിന്റ് കിട്ടി. സെജിക്കും ഉണ്ട് കേട്ടോ 2 പോയിന്റ്. മുമ്പേ ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? സെജിക്കും ഉണ്ട് 2 പോയിന്റ് കേട്ടോ. ശരിയാ. അജിത് രാജ എനിക്ക് തന്നാലും അഞ്ജുവിന് കൊടുത്ത പോലെ. അതെന്തോ ഒരു ഇതാണല്ലോ. പവി, നോട്ട് ദ പോയിന്റ്. അജിത്ത് പറയുന്നു എനിക്ക് തന്നാലും അഞ്ജുവിന് കൊടുത്ത പോലെ. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. ലാഗ് ഉള്ളവർ എക്സിറ്റ് ആയി വീണ്ടും കയറി നോക്കൂ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. 1 മിനിറ്റ് ഞാൻ അതിനാ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം സ്കോർ ബോർഡില് മുമ്പേ എനിക്ക് തോന്നുന്നു സെജിയെ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. സ്കോർ ബോർഡില് 1ാം സ്ഥാനം 1, 2, 3, 4, 5 പോയിന്റുമായി ഷൈബിയാണ് 1ാം സ്ഥാനത്ത്. 3 പോയിന്റുമായി ശ്രീദേവി 2ാം സ്ഥാനത്തുണ്ട്. ഇന്ദു പ്രശാന്തും ഉണ്ട് 2ാം സ്ഥാനത്ത് 3 പോയിന്റുമായിട്ട്. പിന്നെ 2 പോയിന്റ് ഉള്ളത് വിമിതയ്ക്കും സെജി രാജീവിനും അജിത് രാജിനും 2 പോയിന്റാണുള്ളത്. അതാണ് നമ്മുടെ സ്കോർ ബോർഡിന്റെ നില. പിന്നെ ഓരോ പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്ത് കട്ടയ്ക്ക് നിൽക്കുന്നത് സഹല യാസർ, ബിനോ മാത്യു, പവിത്ര, ലേഖ ജസ്റ്റിൻ, മൂപ്പൻ, സിദ്ദിഖ്, നിഷ റോസ്, അനാമിക. ഇത്രയും പേരാണ് 1 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്തുള്ളത്. അപ്പൊ എല്ലാരും റിഫ്രഷ് ചെയ്ത് കയറി വന്നോ? സമ്മാനം എന്താന്ന് പറയോ? സമ്മാനമോ ഇതേ ഞാൻ ഇട്ടിരിക്കുന്ന മാല കണ്ടില്ലേ? അത് മിന്നുന്ന പ്രകടനവുമായിട്ട് 1ാം സ്ഥാനം വരുന്നവർക്കാണ് ഈ മാല. 2ാം സ്ഥാനം കിട്ടുന്നവർക്ക് ഒരു തൊടൽ, 3ാം സ്ഥാനം കിട്ടുന്നവർക്ക് കമ്മൽ കേട്ടോ. നമ്മുടെ ബോബനും മോളിക്കകത്തില്ലേ സമ്മാനം എന്താന്ന് ചോദിക്കുമ്പോ ഒരു തൊടലോ ഒരു കമ്മലോ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 8ാമത്തെ ചോദ്യമാണ് വിജയകരമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം. ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത് ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചപ്പോഴാണ്? സ്നേഹം പോരെ എന്ന് ശ്രീദേവി ചോദിക്കുന്നു. അതൊന്നും ആർക്കും പിടിക്കുവല്ല ശ്രീദേവി. എല്ലാരും മെറ്റീരിയലിസ്റ്റിക്കാ എന്നാ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യമാണ് 9ാമത്തെ ചോദ്യം.
ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത് ഏത് വൃക്ഷച്ചുവട്ടിൽ വെച്ചാണ്? വാവ്, അക്ഷരങ്ങളുടെ സഹയാത്രികൻ അങ്ങനെ സ്കോർ ബോർഡിൽ കയറിയിരിക്കുന്നു. ബോധി വൃക്ഷം. ഓക്കെ ഓക്കെ, ബോധി 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 ഒക്കെ നോക്കട്ടെ ആരൊക്കെ. ആദ്യം അക്ഷരങ്ങളുടെ സഹയാത്രികൻ, രണ്ടാമത് ഷൈബി, മൂന്നാമത് ഇന്ദു പ്രശാന്ത്. ഓക്കെ, ഷൈബിയും ഇന്ദു പ്രശാന്തും അക്ഷരങ്ങളുടെ സഹയാത്രികനുമാണ് ഇതിന് സ്കോർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഏതായാലും അവരുടെ നെറ്റിന്റെ സ്പീഡ് ഇന്ന് ഏതായാലും കൊള്ളാം. ഷൈബിയുടെയും ഇന്ദു പ്രശാന്തിന്റെയും നല്ല സ്പീഡാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാരും എക്സിറ്റ് അടിച്ച് കയറി വന്നതാണോ? ഏതായാലും ഈ ചോദ്യത്തിനും 3 പേര് പടപടേന്ന് പോയിന്റ്സുമായിട്ട് പോയിരിക്കുകയാണ്. അജിത് രാജ് പറഞ്ഞു, അഞ്ജു പറഞ്ഞു, നിഷ പറഞ്ഞു, ഇന്ദു പ്രശാന്ത്, ഷൈബി, വൈശാഖ, ശ്രീദേവി, ലേഖ, അനാമിക, ബിന്ദു, രാജേഷ്, സുമ, ബിനോ മാത്യൂസ്, അഞ്ജു രഞ്ജിമ, സെജി രാജ്, ബിന്ദുലേഖ, അജിത് രാജ്. 2ാം സ്ഥാനം കിട്ടിയ ആരാ തൊടുക? 2ാം സ്ഥാനം കിട്ടിയാലോ? അതൊക്കെ കിട്ടി നോക്ക. ഇപ്പൊ 2ാം സ്ഥാനത്താണോ അജിത്ത്? അജിത്ത് ഇപ്പൊ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് വാ, അന്നേരം തൊടാം. ഓക്കെ, ബോധിമരം, വിജിന, റെജി, ഓക്കെ, അഞ്ജു, ഉഷ, ഇന്ദു പ്രശാന്ത്. എന്റെ നെറ്റ് ഭഗവതി കാത്തോണേ. അതെ, ഓക്കെ. അപ്പം നമ്മുടെ ഈ ചോദ്യത്തിനും അക്ഷരങ്ങളുടെ സഹയാത്രികനും ഷൈബിയും ഇന്ദു പ്രശാന്തുമാണ് സ്കോർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. അങ്ങനെ നമ്മള് വിജയകരമായി നമ്മുടെ 9ാമത്തെ ചോദ്യവും കഴിഞ്ഞിരിക്കുകയാണ്. 9ാമത്തെ ചോദ്യത്തിന് ശേഷവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഷൈബി ഷാജു ആണ്. 6 പോയിന്റ് ഉണ്ട്. 4 പോയിന്റുമായിട്ട് ഇന്ദു പ്രശാന്ത് ശ്രീദേവിയെ കടത്തിവിട്ടിയിരിക്കുന്നു. ശ്രീദേവിക്ക് 3 പോയിന്റുമായിട്ട് ശ്രീദേവി 3ാം സ്ഥാനത്താണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കോർ ബോർഡ്. ബഹിരാകാശത്താണ് ഞാൻ, ബിനോ മാത്യു. ഷൈബി പോയി മീൻകറി വെച്ച് ഷൈബി കറിയെല്ലാം നേരത്തെ വെച്ച്, നമ്മളെ പോലെ ഒന്നുമല്ല. രാവിലെ എഴുന്നേറ്റ് കഞ്ഞിയും കറിയെല്ലാം വെച്ച് എല്ലാ പണിയും ഒതുക്കി ഇങ്ങനെ നല്ല റെഡി ആയിട്ടായിരിക്കുന്നത്. നമ്മളെ പോലെ ഒന്നും അല്ല കേട്ടാ. എന്റെ നെറ്റ് ഓക്കെ, ബഹിരാകാശത്താണ് ഞാൻ, ബിനോ മാത്യു. അതുകൊണ്ടാണ് താമസം ഉത്തരവെങ്ങെത്താൻ. ഷൈബി ആരോ വിളിക്കുന്നു, പോയിക്കോ. കേക്കത്തില്ല മോളെ, എല്ലാം എന്താ പറയുന്നത്, ഫ്ലൈറ്റ് മോഡിലായിട്ടിരിക്കുന്നത്. ആര് വിളിച്ചാലും കേക്കത്തില്ല. ഷൈബി, എനിക്ക് 2ാമത് എന്നെയാ കണ്ടത്, ബോധി. എനിക്ക് പക്ഷെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. എനിക്ക് 2ാമത് ഷൈബി വന്നു, 3ാമത് ഇന്ദു പ്രശാന്തും വന്നു. അതിനുശേഷം എപ്പോഴോ ആണ് ബിനോ വന്നത്. ആൽമരം, പ്ലാമരം, തെങ്ങ്, അഞ്ജുരഞ്ജിമ, അവിടെയൊക്കെ വന്ന് കാണും കേട്ടോ. പക്ഷെ സംഭവിച്ചത് ബോധിവൃക്ഷത്തിന്റെ കീഴെയാണ്. ഓക്കെ, എന്നിട്ട് എന്തിനാ ഷൈബി ആരോ വിളിച്ചിട്ട് എന്തിനാ അല്ലേ? ഓക്കെ, എന്നാ നമുക്ക് 9ാമത്തെ ചോദ്യം കഴിഞ്ഞ് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ അറിയിക്കാം. ഓക്കെ, നമുക്ക് ഞാൻ 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 11ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആവാം കേട്ടോ. അപ്പൊ 10ാമത്തെ ചോദ്യം, ഒന്നിൽ കൂടുതലുള്ള സംഗതികൾക്ക് നമ്മൾ പറയുന്ന ഒറ്റവാക്ക് എന്നതാണ്? ഒന്നിൽ കൂടുതലുള്ളത് എന്ന അർത്ഥത്തിൽ. ഒന്ന് മാത്രമുള്ളത്, ഒന്നിൽ കൂടുതലുള്ളത്. അപ്പൊ ഒന്നിൽ കൂടുതലുള്ളതിന് പറയുന്ന വാക്ക്. ഉത്തരവൊന്നും കാണുന്നില്ലല്ലോ, എല്ലാരും കേട്ടില്ലേ? ഉത്തരം വരുന്നില്ലല്ലോ. ബയിൽ തുടങ്ങുന്നതാണ്. ഓക്കെ ഓക്കെ, വന്നു തുടങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ വന്നു. നമ്മുടെ പട്ടാളക്കാരൻ അങ്ങനെ സ്കോർ ബോർഡിൽ കയറി പറ്റിയിട്ടുണ്ട്. വൈശാഖ് ജയ് ബഹു എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വൈശാഖ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. 2ാമത് അജിത് രാജ്, 3ാമത് ബിന്ദു രാജേഷ്. ഓക്കെ, വൈശാഖ് 1, അജിത് രാജ് 1, ബിന്ദു രാജേഷ്. അങ്ങനെ ബിന്ദു രാജേഷ് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. ഓക്കെ, സമീർ പറഞ്ഞിരിക്കുന്നു ബാക്കി അല്ല, ബഹു ആണ്, ബഹുലം.
ബഹുലമല്ല, ബഹു. ബഹു, ബഞ്ച്. നിഷ റോസ് മലയാളമാകട്ടോ. ബഹുലം, ബഹു, ബഹു, ബഹുവചനം. ഓക്കെ, അനാമിക ബഹുവചനം എന്ന് പറഞ്ഞിരിക്കുന്നു. ഉഷ അനിൽകുമാർ ബഹുവചനം എന്ന് പറഞ്ഞിരിക്കുന്നു. ബഹുവിനും ബഹുവചനത്തിനും നമുക്ക് മാർക്ക് കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ കുറെ ബഹുക്കളാണ് ആദ്യം വന്നത്. അപ്പൊ ആദ്യം വന്ന ബഹുവിനെല്ലാം മാർക്ക് കൊടുത്തു കേട്ടോ. അഞ്ജു രഞ്ജിമ, സെജി രാജീവ്, വിജിന റെജി, ഇന്ദുലേഖ എല്ലാം ആൻസർ പറഞ്ഞിട്ടുണ്ട്. പട്ടാളത്തിന്റെ സ്ഥലത്ത് ബഹു വേറെയാണ്. അതെന്താ അവിടുത്തെ? രാജസ്ഥാനിൽ ബഹു എന്താണ് സുഹൃത്തെ? പട്ടാള ഉത്തരം പറയൂ. ബഹു. ഓക്കെ. ബഹു. അതാ ആദ്യ ഉത്തരം ചാടി പറഞ്ഞത്, വെറുതെ അല്ല. വൈശാഖ്, മറുപടി പറയാനുണ്ടോ? വൈശാഖിന്റെ സ്ഥലത്ത് ബഹുവിന്റെ ആൻസർ ഉത്തരം വേറെയാണെന്ന് ശ്രീദേവി ആരോപിക്കുന്നു. അതിന് എന്തെങ്കിലും പറയാനുണ്ടോ? ബഹുലം ആണ്. ബഹുലം. ബഹുമാനപ്പെട്ട എന്നത് പെടുമോ സമീർ? ഏതിനാണ് ബഹുമാനപ്പെട്ട വരുവല്ല സമീർ. ഒന്നിൽ കൂടുതൽ ഉള്ളത് എന്നുള്ളതിന് ബഹു എന്നേ വരുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും ഈ പേജ് ഫോളോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാമോ? അതെ, ഇതില് പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടക്ഷരങ്ങൾ പേജ്, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പറ്റുമെങ്കിൽ കൂട്ടക്ഷരങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറാം. ഒത്തിരി വായിക്കാനുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എഴുതാം. അപ്പൊ പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചാൻസ് ഉണ്ട് കേട്ടോ. ബാഹു ആണ് അത്. വൈശാഖ് അല്ല. വൈശാഖ്, ബഹു എന്ന് പറഞ്ഞാല് മരുമകൾ എന്നുള്ള അർത്ഥത്തിലില്ലേ? ബഹു ചുരുക്കാണ്. അതെവിടെയാ ബഹു ചുരുക്ക്? ഓക്കെ, ചുരുക്കം, ഐ മീൻ ഷോർട്ട് ഫോം ആണെന്നല്ലേ? അല്ല, ബഹു എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ് അർത്ഥം. വധു അല്ലേ? ബഹു വധു ആണോ? മരുമകളല്ലേ ഹിന്ദിയിൽ? മരുമകൾ, പവിത്ര മരുമകളാണെന്ന് പറയുന്നു. മരുമകൾ തന്നെയാണ് എന്റെ അർത്ഥത്തില്. മരുമകൾ അല്ല, എന്റെ അറിവില് മരുമകൾ എന്നാണ്. മരുമകളല്ലേ? അതെ. ശ്രീദേവി അല്ലേ ഇത് ആദ്യം പറഞ്ഞത്? പട്ടാളത്തിന്റെ സ്ഥലത്ത് ബഹു വേറെയാണെന്ന്. ശ്രീദേവി എന്തു പറയുന്നു? അതിലിപ്പോ ആർക്കാ അഭിപ്രായ വ്യത്യാസം? നമ്മുടെ പട്ടാളക്കാരൻ പറയുന്നു ബാഹു ആണെന്ന്, ബഹു അല്ലെന്ന്. ഷൈബി ഷാജു, 11ാമത്തെ ചോദ്യം, കൂട്ടക്ഷരങ്ങളിലെ ഏറ്റവും പാവം കുട്ടി ആര്? ആരാ ചോദിച്ചത്? ബിന്ദു ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഷൈബി അതിന് ഉത്തരം പറഞ്ഞു. ഷൈബി, ബാ വേണം കുട്ടി, അന്നേരം പിന്നെ ബിന്ദുവിനെ മാർക്ക് കിട്ടുള്ളൂ. എത്ര മിടുക്കിയാന്ന് നോക്കണം. ബഹു മരുമകൾ. സിൽവി ചേച്ചിയുടെ കിളി പോയി. മകന്റെ ഭാര്യ. ഓക്കെ, ബഹു എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മരുമകൾ എന്നാണ് ഉഷ അനിൽകുമാർ പറയുന്നത്. ബഹുവചനം എന്നാണ് മലയാളത്തിൽ ശരിയായ അർത്ഥം. ശരിയാണ്. ഓക്കെ. ബുത്തൂസ്. ആരെയാ ബുത്തൂസ് എന്ന് വിളിച്ചത്? 11ാമത്തെ ചോദ്യം, കൂട്ടക്ഷരങ്ങളിലെ ഏറ്റവും പാവം കുട്ടി. അതെ, ഏറ്റവും ബുദ്ധൂസ് ആരാണ് എന്ന് ചോദിക്കണമെന്ന് അജിത് രാജ് പറയുന്നു. ഓക്കെ, അപ്പൊ ആ ചോദ്യം എന്നാ പറയുന്നത്, നെറ്റ് ഫേസ്ബുക്ക് ഒക്കെ ചില സംഗതികളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമല്ലേ? അക്സെപ്റ്റബിൾ അല്ലാത്ത ലാംഗ്വേജ്, സഭ്യമല്ല എന്നൊക്കെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാതെ പോകുമല്ലേ എന്ന് പറയുന്നത് പോലെ ഞാൻ അതിനെ നിരാകരിച്ചിരിക്കുന്നു. ബുദ്ധൂസ് എന്നുള്ള വാക്കിനെ നിരാകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് 12ാമത്തെ ചോദ്യവും ഞാൻ തന്നെ ചോദിക്കാൻ പോവുകയാണ്. 12ാമത്തെ ചോദ്യമാണ്, അല്ല 11ാമത്തെ ചോദ്യം അല്ലേ? അപ്പൊ 11ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 11ാമത്തെ ചോദ്യം, പാവ എന്നർത്ഥം വരുന്ന മറ്റൊരു മലയാള വാക്ക്. പാവ. പാവ. വേഗം പറയൂ. പാവ. പാവ എന്ന അർത്ഥം വരുന്ന മലയാള വാക്ക്. ഹായ് നിഷി താമസിച്ചു പോയി. എന്നാലും സാരമില്ല കേട്ടോ, ഇനിയുണ്ട് കുറച്ചു നേരം കൂടെ. ആവേശകരമായ ക്വിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബായിൽ തുടങ്ങുന്ന വാക്കുകളാണ് നമ്മുടെ ഉത്തരങ്ങൾ ഈ ക്വസ്റ്റിന്റെ കേട്ടോ. അതിന്റെ ഇപ്പോഴത്തെ ചോദ്യത്തിന് ആൻസർ ആദ്യം നിഷ റോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബൊമ്മ. ജിഷ റജോ. ഹായ് ജിഷ, കണ്ടില്ലായിരുന്നല്ലോ. അപ്പൊ നിഷ റോസിന് 1, ജിഷ റജോയ്ക്ക് 1. ജിഷ എല്ലാ ക്വിസിനും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന, കണ്ടേ ഇല്ലായിരുന്നു. ഹലോ. അപ്പം ജിഷ വന്നതേ ഒരു പോയിന്റ് അടിച്ചിട്ടുണ്ട്. ഷൈബി വീണ്ടും പോയിന്റ് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ നിഷ റോസും ജിഷ റജോയും ഷൈബി ഷാജുവുമാണ് ഈ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറഞ്ഞവര്. പിന്നെ ഒത്തിരി പേര് 8-10 പേരും കൂടെ പറഞ്ഞിട്ടുണ്ട്.
അഞ്ജു, അക്ഷരങ്ങളുടെ സഹയാത്രികൻ, അജിത് രാജ്, ഫർസാനയെ കണ്ടില്ലായിരുന്നു. ഹലോ ഫർസാന. ലേഖ, ഇന്ദു പ്രശാന്ത്, ബേബി ഡോളെന്ന് ബിന്ദു രാജേഷ് പറഞ്ഞിരിക്കുന്നു. ആരാ ബിന്ദുവിന്റെ അടുത്ത് അവിടെയുള്ള പവി വല്ലതും ഉണ്ടോ? ആ മണ്ടക്കിട്ട ഒരു കൊട്ടു കൊടുത്തേ, ബേബി ഡോളെന്ന്. ബൊമ്മ, ബിനോ മാത്യു, ഇന്ദു, അനാമിക, സെജി, ശ്രീദേവി. എന്റെ നെറ്റ് ഭഗവാനെ, പാവ ശ്രീദേവി കഷ്ടപ്പെടുക ഇന്ന്. ജിഷ റജോ, ഞാൻ വന്നേ ഉള്ളൂ. അതെന്തു പറ്റി താമസിച്ച? കറി വെക്കുമായിരുന്നോ? ഫർസാന. അഞ്ചു ചോദിക്കുന്ന എന്നെ വിളിച്ചു വന്ന ബിന്ദുവിനോടാ കേട്ടോ. കൊഞ്ചം ലേറ്റ് ആയി, സാരമില്ല, എന്നാലും വന്നതേ സ്കോർ ബോർഡിൽ കയറിയല്ലോ ജിഷ. ഓക്കെ, അപ്പം ഇത്തവണത്തെ ആൻസർ പറഞ്ഞിരിക്കുന്നത് ബിന്ദു രാജേഷും ജിഷയും നിഷ റോസുമാണ്. അല്ല, ബിന്ദു രാജേഷ് ആയിരുന്നോ? വിട്ടുപോയി ആരോ. നിഷ റോസും അക്ഷരങ്ങളുടെ സഹയാത്രികൻ അല്ല. നിഷ റോസും ജിഷ റജോയും ഷൈബി ഷാജുവുമാണ് പറഞ്ഞത്. അപ്പൊ സ്കോർ ബോർഡ് ഇങ്ങനെയാണ്. ഷൈബിയുടെ പോയിന്റ് എണ്ണണമെങ്കിൽ ഇതിന് ആളെ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. 1, 2, 3, 4, 5, 6, 7 പോയിന്റുമായി ഷൈബി ഷാജു അതിവേഗം ബഹുദൂരം മുന്നിലാണ്. 4 പോയിന്റുമായി ഇന്ദു പ്രശാന്ത് പിറകിലുണ്ട്. അതിന് തൊട്ട് പിന്നാലെ ശ്രീദേവി നമ്പ്യാര് 3 പോയിന്റ്, അജിത് രാജ് 3 പോയിന്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സ്കോർ ബോർഡിലെ നിലവാരം. പിന്നെ ബാക്കിയുള്ളവർ എല്ലാം ഓരോ പോയിന്റുമായിട്ട് സഹല യാസർ, ബിനോ മാത്യു, പവിത്ര ഉണ്ണി, ലേഖ ജസ്റ്റിൻ, മൂപ്പൻ സിദ്ദിഖ്. അല്ല, 2 പോയിന്റുകാരുണ്ട് കേട്ടോ. 2 പോയിന്റുകാരുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. 2 പോയിന്റ് വിമിതയ്ക്ക്, 2 പോയിന്റ് സെജി രാജീവിന്, 2 പോയിന്റ് നിഷ റോസിന് 2 പോയിന്റ്. അവരാണ് 4ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്താണ് 1 പോയിന്റുമായിട്ട് സഹല, ബിനോ മാത്യു, പവിത്ര, ലേഖ ജസ്റ്റിൻ, മൂപ്പൻ സിദ്ദിഖ്, അനാമിക, അക്ഷരങ്ങളുടെ സഹയാത്രികൻ, വൈശാഖ്, ബിന്ദു രാജേഷ്, ജിഷ റജോ. ഇത്രയും പേര്. എപ്പോഴും എന്റെ പേര് മറക്കണം. ആര്? എങ്ങനെ മറക്കാനാ? എപ്പോഴും ഷൈബി ഷാജു എന്ന് പറഞ്ഞാണ് പോയിന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ മറക്കുന്നത്? എന്റെ വാക്ക് സിൽവി ചേച്ചി ചുമ്മാ അൺപാർലമെന്ററി ആക്കി. നമ്മുടെ ഇത്രയും എന്താ പറയുന്നത്, ബുദ്ധിജീവികളുടെ സദസ്സിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കായിരുന്നു അജിത്തെ അത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അൺപാർലമെന്ററി വാക്ക് ആക്കിയത്. നമ്മളിപ്പോ 10 ചോദ്യങ്ങളായി, 11 ചോദ്യങ്ങളായി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സമയമുണ്ടോ നമുക്ക്? 12:53 ഓക്കെ, അപ്പൊ 12ാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാരോടും എനിക്ക് പറയാനുള്ള വാക്കാണ് വിഷമിക്കാതിരിക്കൂ. വിഷമിക്കാതിരിക്കൂ എന്ന് എനിക്ക് സ്കോർ ബോർഡിൽ കയറാത്തവരോടും സ്കോർ ബോർഡിൽ പിന്നിൽ നിൽക്കുന്നവരോടും എനിക്ക് പറയാനുള്ള വാക്കാണ് വിഷമിക്കാതിരിക്കൂ. അതിന്റെ ബാ കൂട്ടിയുള്ള മലയാളം വാക്ക് പറയുക. വിഷമിക്കാതിരിക്കൂ. വിജിന റജി കളിപ്പാട്ട്. വിജിന ബാ വെച്ച് തുടങ്ങണം കേട്ടോ. നമ്മുടെ ഉത്തരങ്ങളെല്ലാം ബായിൽ തുടങ്ങുന്നതാണ്. ബിന്ദുമോളുടെ വർത്താനം കേട്ട പിന്നെന്താ പറയാ. എനിക്ക് വയ്യ. അജിത്ത് ഇച്ചിരി മുമ്പ് വരെ ബിമി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ബിന്ദുമോളായി. എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന്. എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്താണേലും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ എല്ലാരും. വിഷമിക്കണ്ടെന്ന്. സ്റ്റാൻഡേർഡ് മലയാളമാണ് ചോദിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് അല്ല. പിന്നെ ദേശഭാഷ അല്ല, ദേശവ്യത്യാസങ്ങളൊന്നും നമ്മൾ ഇതിൽ പെടുത്തുന്നതല്ല. കോട്ടയം മലയാളമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിഷമിക്കേണ്ട എന്നുള്ളതിന്. ഓക്കെ, അതാ ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ഫർസാനെയും വിഷമിക്കണ്ട എന്ന് പറയുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണോ പറയുന്നത്? വിഷമിക്കണ്ട എന്നാണോ? ഓക്കെ, ഷൈബി പറഞ്ഞിട്ടുണ്ട്, അജിത് രാജ് പറഞ്ഞിട്ടുണ്ട്. ബേജാറാവണ്ട. നിഷ റോസ് ബി ഹാപ്പി എന്നേ പറയുള്ളൂ, മലയാളത്തിൽ പറയുകയല്ല. ബേജാറാവണ്ട. ഇന്ദു പ്രശാന്ത്. ഓക്കെ, ആദ്യം ഞാൻ മാർക്കുകൾ കൊടുത്തോട്ടെ. അപ്പൊ ആദ്യം പറഞ്ഞത് ഷൈബി ഷാജു ആണ്. ഷൈബിക്കുട്ടി വീണ്ടും പോയിന്റ് അടിച്ചു മാറ്റിയിരിക്കുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞ അജിത് രാജാണ്, ബേജാറാവണ്ട. മൂന്നാമത് പറഞ്ഞത് ഇന്ദു പ്രശാന്ത്, ബേജാറാവണ്ട. ഓക്കെ, അപ്പൊ ബേജാറാവണ്ടെന്നാണോ ഉള്ള ഉത്തരം. സെജി രാജാവ്, കൊച്ചി രാജാവ് എന്ന് പറയുന്ന പോലെ
ബേജാർ എന്ന് പറഞ്ഞു, ബേജാറാവണ്ട എന്ന് വേണം പറയാൻ, വിഷമിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ 3 പേര് പോയിന്റ് അടിച്ച് മാറ്റിയിരിക്കുകയാണ് ഓൾറെഡി. ബേജാറാവണ്ട ശ്രീദേവി, വൈശാഖ് ബേജാറാവണ്ട, അഞ്ജു വിഷമിക്കണ്ടെന്ന് അഞ്ജു പറയുന്നു. അഞ്ജുവിന്റെ നാട് ഏതാണോ അവിടെ വന്നൊന്ന് പറയായിരുന്നു എനിക്ക് വിഷമിക്കണ്ടെന്ന്. ഭാവുകം സമീർ ഹസൻ, ബാ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. ഓക്കെ നമുക്ക് നോ അഡ്ജസ്റ്റ്മെന്റ്സ്, നമുക്ക് നേരെ വാ നേരെ പോ, അത്രേ ഉള്ളു കേട്ടോ. ബിനോ മാത്യു, ബർക്കത്തും ഹിദായത്തും ഉണ്ടാകട്ടെ എന്ന് അത്ര നീട്ടിയൊക്കെ പറയണം, ഒറ്റ വാക്കി പറ ബിനോ. ഓക്കെ, ഞങ്ങളുടെ ഇവിടെയൊന്നും ബേജാറില്ല, മീൻചാറുണ്ടെന്ന് ബിന്ദു പറയുന്നു. ഓക്കെ, എല്ലാ ഉത്തരവും ബായിലാണ് തുടങ്ങുന്നത്. ഈ ബായിൽ ഇത്ര വാക്കുകൾ, നല്ല ചോദ്യങ്ങൾ സിൽവി ചേച്ചി, താങ്ക് യു. ബേജാറാവണ്ടെന്ന് ബിന്ദുവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മള് ഇനി അധികം നേരമില്ല, ഒരു ചോദ്യം കൂടെ ചോദിക്കുക അല്ലെ, 12:56 ഒരു ചോദ്യം കൂടെ. അപ്പൊ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിവാഹം കഴിക്കുക എന്ന വാക്കിന് മലയാളത്തിലെ ബാ വെച്ച് തുടങ്ങുന്ന ഉത്തരം ഏതാണ്? വിവാഹം കഴിക്കുക. എനിക്ക് അദൃശ്യമായി പോയി, കാണുന്നില്ല. ഇപ്പോൾ വീണ്ടും കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാവോ? ഇപ്പൊ കണ്ടോ? വേഗം പറഞ്ഞു. എനിക്ക് തോന്നുന്നു പിള്ളേർ ഇതെടുത്ത് ഉപയോഗിച്ചെന്ന് തോന്നുന്നു ഫോണ്. അതിന്റെ നെറ്റ് തീർന്നെന്ന് തോന്നുന്നു. ഇപ്പോഴും കാണുന്നില്ലേ? പെട്ടുപോവുക. അതെ, വിവാഹം കഴിക്കുക എന്നുള്ളതിന്റെ ബെട്ട് പോവുക എന്ന് എഴുതാൻ മേലായിരുന്നു അഞ്ജു, മാർക്ക് കിട്ടിയാനെ. കാണുന്നുണ്ട്. ആരും അതിന് ഉത്തരം പറഞ്ഞില്ല കേട്ടോ. വിവാഹം കഴിക്കുക എന്നുള്ളതിന്റെ മലയാളത്തില് അതാ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളി സിംഹക്കുട്ടി. ബാന്ധവം ശ്രീദേവി, ബലി കൊടുക്കുക സമീർ ഹസൻ. അതിനും ശരിക്കും മാർക്ക് തരണം അല്ലേ? ഭാരം ഏറ്റെടുക്കുക. ബാന്ധവം അജിത്ത്, ശ്രീദേവിയും അജിത്തും നിഷ റോസും ആണ് കേട്ടോ. ശ്രീദേവി, അജിത്ത്, നിഷ റോസ്. ഓക്കെ, അജിത്ത്, നിഷ റോസ്. ഓക്കെ, എന്റെ നെറ്റ് തീരാറായി സുഹൃത്തുക്കളെ. ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കറിയത്തില്ല. ഒത്തിരി പേര് പറയുന്നുണ്ട്, ഇന്ദുലേഖ, സുരേഷ്, ബിനോ മാത്യു, ഉഷ അനിൽകുമാർ, എല്ലാരും പറയുന്നുണ്ട് ബന്ധിക്കുക. ഓക്കെ, ബാന്ധവം എന്ന് ഇന്ദു പ്രശാന്തും പറയുന്നു. അപ്പൊ നമ്മുടെ സമയം തീരുകയാണ്, എന്റെ നെറ്റും തീരുകയാണ്. അതുകൊണ്ട് സ്കോർ ബോർഡ് വായിക്കുകയാണ്. സ്കോർ ബോർഡില് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ ഷൈബിയാണ്. 1, 2, 3, 4, 5, 6, 7, 8 പോയിന്റുമായി ഷൈബി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. എല്ലാരും ഒരു കൈയടി കൊടുത്തോളൂ ഷൈബിക്ക്. 2ാം സ്ഥാനം ഇന്ദു പ്രശാന്ത് ആൻഡ് അജിത് രാജ്, 2 പേരാണ് 2ാം സ്ഥാനത്തുള്ളത്. അജിത് രാജിനും ഇന്ദു പ്രശാന്തിനും 1, 2, 3, 4, 5, 1. ഓക്കെ, ഷൈബി അല്ല ശ്രീദേവി, അജിത് രാജ്, ഇന്ദു പ്രശാന്ത് 2ാം സ്ഥാനം. 3ാം സ്ഥാനം ശ്രീദേവി. ഓക്കെ, അപ്പൊ ഞാൻ നിർത്തുന്നു. എന്റെ നെറ്റ് തീർന്നു. കുട്ടികൾ എന്തോ ചെയ്തതാണ്. അപ്പം ലൈവായിട്ടുള്ള ഈ ലൈവ് സെഷന് ഇത്രയും എൻജോയബിൾ ആക്കി തീർത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. വീണ്ടും അടുത്ത ലൈവിൽ അടുത്ത ഹോസ്റ്റുമായിട്ട് നമുക്ക് ഒന്നിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.